ലോക്സഭയിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്നുള്ള വലിയൊരു വിഷയമാവും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ആ ബുദ്ധിമുട്ട് പ്രത്യേക ഊന്നൽ നൽകിയവർ പറയുകയുണ്ടായി. ഏതായാലും ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗം കൂടുന്നുണ്ട്, അത് കഴിഞ്ഞ് ഇവരെ അറിയിക്കാവുന്നതാണ് എന്ന് പറഞ്ഞത്. ഞങ്ങളതനുസരിച്ചാണ് ഇന്ന് ഈ യോഗം വിളിച്ചത്. ആ കാര്യത്തെ സംബന്ധിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്ത ശേഷം രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ആവശ്യം ന്യായമാണ് എന്നൊരു തോന്നലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. അതുകൊണ്ട് 2 സീറ്റിന് പൂർണ്ണമായിട്ടും കേരള കോൺഗ്രസിന് അർഹതയുണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിലും ഞങ്ങൾ ഒരു പൊതു താൽപര്യം കോൺഗ്രസിന്റെ ഈ ആവശ്യത്തിന്റെ അടിസ്ഥാനമായിട്ട് അവർ പറഞ്ഞ ആവശ്യം കാരണം അത് അംഗീകരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റ് അത് അംഗീകരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കോട്ടയമാണ് കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്. ആ സീറ്റിൽ മത്സരിക്കണമെന്നൊരു താൽപര്യം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് യോഗത്തിൽ പാർട്ടിയുടെ ചെയർമാൻ മാണി സാറിനോടും പാർലമെന്ററി പാർട്ടിയോടും അങ്ങനത്തെ ആവശ്യം ആ യോഗത്തിൽ വെക്കുകയുണ്ടായി. മാണി സാർ ഈ വിഷയം മറ്റു പാർട്ടി നേതാക്കന്മാരോടും ബന്ധപ്പെട്ട മറ്റാളുകളോടും ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി നടക്കാൻ പോവുകയുമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇത്രയും കാര്യമാണ്. 3 മണിക്കാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയം. കോട്ടയം ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റല്ലേ, അതിന് യാതൊരു മാറ്റമില്ല. അല്ല, ഞങ്ങൾ ഈ പല കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ചുള്ള ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളെല്ലാം മാണി സാറ് ചെയ്യും. ഇന്നത്തെ യോഗത്തില് ഇല്ല, ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉച്ച കഴിഞ്ഞ് കൂടാൻ പോവാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി നടക്കുന്നതുകൊണ്ട് ഇപ്പം 3 മണി കഴിഞ്ഞുള്ള 3 മണിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇപ്പൊ ഇന്നത്തെ പാർട്ടി മീറ്റിംഗ് പാർലമെന്ററി പാർട്ടിയിലെ ഒരു കാര്യമാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങളും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കുന്നു, ആഗ്രഹമുള്ള കാര്യമാണ് ഞാനിപ്പം പറയുന്നില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒരു 3 പേരുടെ പട്ടികയോ 5 പേരുടെ അല്ല, അതൊക്കെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുമ്പോഴേ അറിയാം. നേതാക്കന്മാരായിട്ട് ആലോചിച്ച് തീരുമാനം കഴിക്കാതെ മനസ്സിൽ പറഞ്ഞല്ലോ. അല്ല, ഞങ്ങള് എല്ലാ കാര്യങ്ങളിലും ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. അങ്ങനെ തന്നെ പോവുകയും ചെയ്യുന്നത് നല്ല പ്രതീക്ഷയാണ് കേരള കോൺഗ്രസ്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയിച്ചോ മാണി സാറിനെ? ഇതൊക്കെ ഞങ്ങള് പറഞ്ഞല്ലോ, ഇത്രേ ഉള്ളൂ. 3 മണിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിയുമ്പോൾ മീഡിയയെ കാണാം.